എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണൻ കൊഴുചള്ളയുടെ മീൻകറിയാണ്. അത് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വീഡിയോയ്ക്കകത്ത് കണ്ട് എല്ലാവരും ഇതുപോലെ ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഈ മീനെന്ന് വെച്ചാൽ കണ്ണൻ കൊഴുചാള എന്ന് പറയും. ഇതിൻ്റെ കണ്ണൊക്കെ വലിയതാണ്. അത് 2 ഉണ്ടായിരുന്നു. അത് ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറുതും ഉണ്ടായിരുന്നു, അത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ. കുറച്ച് വെളുത്തുള്ളി, കുറേ ഇഞ്ചി, 2 പച്ചമുളക്, ഇത് 1 പീസ് കുടംപുളി, ഒരു വലിയ തക്കാളിയാണ്, പിന്നെ 1 സവാള, കൂടാതെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് നിറച്ച് ഇത് പാകം ചെയ്യാം. വായോ. അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുവിടാം. ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വാടട്ടെ. സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നോക്കട്ടെ. ഇഞ്ചി, സവാള, പച്ചമുളക് എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 പീസ് കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന മസാലകളെല്ലാം ഇടുകയാണ്. ഈ മസാലകളുടെ പച്ചമണം എല്ലാം ഒക്കെ ഒന്ന് മാറി അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ബാക്കി പരിപാടികൾ ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. ഇത് കണ്ണൻ കൊഴുചാളയാണ്. ഇതിന് നല്ല ടേസ്റ്റായി മീനെ. ഓക്കെ, ഒരുവിധം തിളച്ച് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് തീ കുറച്ച് വെച്ച് ചെറിയ തീക്കകത്ത് ഒന്നുകൂടെ പറ്റിച്ചെടുക്കാം. കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് പോരാങ്കി ചേർത്ത് കൊടുക്കാം. അത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും നല്ല കറിയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് കണക്കുള്ള മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇത് വീഡിയോയ്ക്കകത്ത് കണ്ട് എല്ലാവരും ഇതുപോലെ ഇത് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.